രാഹുലിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ഞങ്ങളോട് പറഞ്ഞാലും ഞങ്ങളും കൊണ്ടുവന്ന് വിട്ടു കൊടുക്കും. രാഹുൽ ഒരു കൊലപ്പുള്ളിയൊന്നും അല്ലല്ലോ. വേണം ഒരു പ്രഭാത കൃത്യങ്ങൾ ചെയ്യാൻ പോലുമുള്ള സമയം കൊടുക്കാത്ത രീതിയിൽ മുകളിൽ നിന്ന് അദ്ദേഹത്തിന് കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പുള്ളി പറയണത് നമുക്ക് കേൾക്കാം. ഒരു വെളുപ്പിനെ വന്നൊരു വീട് വളഞ്ഞ് വീട്ടുകാരെ ഇത്രയും ഭീതിയിൽ ആഴ്ത്തിയിട്ട് അറസ്റ്റ് ചെയ്യുക എന്ന് പറയണത് അത് എന്ത് ന്യായമാണെന്നുള്ളത് ഞങ്ങൾക്കും അറിയണം. അപ്പോൾ രാവിലെ അവരുടെ മുട്ടുകെട്ട് ഞാൻ ഉണർന്ന് വരുമ്പോൾ ഒരു വനിതാ പോലീസും 2 SI കൂടിയാണ് അകത്തോട്ട് കയറുന്നത്. എന്തിനാ അറസ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കാനുള്ളൊരു അവകാശം എനിക്കുണ്ട്. എൻ്റെ വീട്ടിൽ കയറി എൻ്റെ മോനെ അറസ്റ്റ് ചെയ്യണത് എന്തിനാണെന്ന് തിരക്കണ്ടേ ഞാൻ? ഇന്ന് പുലർച്ചെ 5:30-ക്ക് ശേഷമാണ് കണ്ടോൺമെൻറ്റ് പോലീസും ഒപ്പം അടൂർ പോലീസും പത്തനംതിട്ട അടൂർ നെല്ലിമുകളിലെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിൽ എത്തിയതിന് ശേഷം ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അവിടെ കോളിംഗ് ബെല്ലുണ്ട്. ഈ മുറിക്ക് സമീപത്തേക്കാണ് പോലീസ് ആദ്യം എത്തിയത്. കോളിംഗ് ബെല്ലുണ്ട്, പക്ഷേ കോളിംഗ് ബെല്ലടിക്കാതെ ഈ വാതിലിൽ മുട്ടുകയായിരുന്നു പോലീസ്. അപ്പോഴാണ് രാഹുലിൻ്റെ അമ്മ ബീന ഇറങ്ങി വന്ന് പോലീസുകാർ വിവരം പറയുന്നു. അതിനുശേഷം ഈ ദൃശ്യത്തിൽ കാണുന്ന മുകളിലത്തെ നിലയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടം ഉറങ്ങിയിരുന്നത്. അങ്ങോട്ടേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ കയറി പോകുന്നു. ഇതിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് പുറത്തേക്കുള്ള വാതിലുകൾ ഏതൊക്കെയാണെന്ന്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അമ്മ പറഞ്ഞത് മകൻ ഓടി രക്ഷപ്പെടുമോ എന്നുള്ള ഒരു ഭയം കൊണ്ടാണ് പോലീസ് അത്തരത്തിലുള്ളൊരു ചോദ്യം ചോദിച്ചത് എന്നുള്ളതാണ്. പോലീസ് അങ്ങനെ തന്നെയാണോ ചോദിച്ചത്? രാഹുൽ പുറത്തോട്ട് വാതിലുണ്ടോ എന്ന് നമ്മളോട് ചോദിച്ചു. അപ്പം അവളും പറഞ്ഞു ഇറങ്ങിപ്പോകത്തില്ല, ചാടിപ്പോകത്തില്ല രാഹുൽ. അപ്പം ഞാൻ പറഞ്ഞു സാറേ. അപ്പം പിന്നെ വിവരങ്ങൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഞാൻ ചോദിച്ചു പൊളിറ്റീഷ്യൻ്റെ കേസ് ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു സെക്രട്ടേറിയറ്റ് മാർച്ചുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി സാറേ, അതിനിപ്പോൾ ഈ ഒരു സജ്ജീകരണത്തിൽ നിങ്ങൾ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ രാഹുലിനെ വിളിച്ചാൽ തന്നെ രാഹുൽ ചെന്നാൽ അവരുടെ കീഴടങ്ങുന്ന വ്യക്തിയാണ്. രാഹുലിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ഞങ്ങളോട് പറഞ്ഞാലും ഞങ്ങളും കൊണ്ടുവന്ന് വിട്ടു കൊടുക്കും. രാഹുൽ ഒരു കൊലപ്പുള്ളിയൊന്നും അല്ലല്ലോ. സമരങ്ങളും മാർച്ചുകളും നടത്താത്ത ഏത് സംഘടനയുള്ളത് നമ്മുടെ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യ ഒട്ടുക്ക് രാഷ്ട്രീയ പാർട്ടികളെന്ന് പറയുമ്പോൾ അതിനകത്ത് പലവിധ സംഘടനകളും മാർച്ചുകളും അതും നടക്കുന്നതല്ലേ. ഒരു മാർച്ച് നടത്തിയതിൻ്റെ പേരിൽ അത് തെറ്റ് തന്നെയാണ്. മാർച്ച് അതിനകത്ത് നാശനഷ്ടങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു. അതിനൊരു കൊലപ്പുള്ളിയെ പിടിച്ചുകൊണ്ട് പോകേണ്ട രീതിയിൽ വീട് വളഞ്ഞ് രാഹുലിന് കാവൽ നിന്ന് വേണം ഒരു പ്രഭാത കൃത്യങ്ങൾ ചെയ്യാൻ പോലുമുള്ള സമയം കൊടുക്കാത്ത രീതിയിൽ മുകളിൽ നിന്ന് അദ്ദേഹത്തിന് കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പുള്ളി പറയണത് നമുക്ക് കേൾക്കാം. സാറേ കണ്ടു രാഹുലിനെ കണ്ടു, രാഹുലുമായിട്ട് സംസാരിച്ചു, രാഹുൽ റെഡി ആവണം. അപ്പോൾ ഇവിടെ മറ്റുള്ള ഒന്നുകിൽ ചാനലുകാർ ആരും വരരുത്, അല്ലെങ്കിൽ പാർട്ടിക്കാരും വരരുത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ബന്ധുക്കൾ ആരും കയറരുത്. ആ ഒരു സജ്ജീകരണത്തിൽ രാഹുലിനെ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം. ആ ഒരു രീതിയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം അപ്പോൾ അതിനെ സംശയിക്കേണ്ടത് രാഹുൽ അത്രമേൽ എന്തോ കുറ്റം ചെയ്തിട്ട് വീട് വളഞ്ഞിട്ട് ആക്രമിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഒരു രംഗമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ അവരുമായിട്ട് ആലോചിക്കും. അതൊന്നറിയണമല്ലോ. കാരണം ഒരു സമരത്തിൻ്റെ പേരിൽ ഇത് കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഇന്നലെ രാഹുൽ മെനിയാന്ന് 5 മണി വരെ കിംസ് ഹോസ്പിറ്റലിൽ നിന്ന് രാത്രിയിൽ 8 മണിക്കോ മറ്റോണ് ഡിസ്ചാർജ് ആകുന്നത്. കിംസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ കൻ്റോൺമെൻറ്റ് പോലീസുകാരുടെ തൊട്ട് മുന്നിലാണ്. അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യായിരുന്നു. ഇന്നലെ പകൽ മൊത്തം കൊല്ലത്തുണ്ടായിരുന്നു. കാരണം ഇന്നലെ ഇവിടെ നിന്നൊരു 9-9:30 മണിക്കോ മറ്റോണ് കൊല്ലത്ത് പരിപാടിക്ക് പോണത്. രാത്രി ഇവിടെ തിരിച്ചു വരുന്നത് 9:30 കഴിഞ്ഞാണ്. അത്രയും സമയം അത്രയും പോലീസുകാരുടെ ഇടയ്ക്ക് കൊല്ലത്തുണ്ടായിരുന്നു. ഈ സംഭവ സ്ഥലത്ത് ഒന്നും വെച്ച് രാഹുലിനെ അറസ്റ്റ് ചെയ്യാതെ ഒരു വെളുപ്പിനെ വന്നൊരു വീട് വളഞ്ഞ് വീട്ടുകാരെ ഇത്രയും ഭീതിയിൽ ആഴ്ത്തിയിട്ട് അറസ്റ്റ് ചെയ്യുക എന്ന് പറയണത് അത് എന്ത് ന്യായമാണെന്നുള്ളത് ഞങ്ങൾക്കും അറിയണം. അതിനെക്കുറിച്ച് പാർട്ടിക്കാരോട് ചോദിക്കും എന്താ അങ്ങനെ ചെയ്യിച്ചെന്ന് അവരുമായിട്ട് സംസാരിക്കും. 2 ജീപ്പുകളിലായാണ് പോലീസ് വന്നത്. വീടിന്റെ ചുറ്റിലും പോലീസ് നിലയുറപ്പിച്ചിരുന്നു. കാരണം പോലീസ് ഒന്ന് കോളിംഗ് ബെല്ല് അവരെ അമർത്തുന്നില്ല. അപ്പോൾ 4 വശവും നടന്ന ജനലിൽ കതകിനാണ് മുട്ടുന്നത്. അപ്പോൾ രാവിലെ അവരുടെ മുട്ടുകെട്ട് ഞാൻ ഉണർന്ന് വരുമ്പോൾ ഒരു വനിതാ പോലീസും 2 SI കൂടിയാണ് അകത്തോട്ട് കയറുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് അപ്പോൾ രാഹുലുണ്ടോ? ഉണ്ട്. എവിടാന്ന് വെച്ചപ്പോൾ ഞാൻ മോളിലാണെന്ന് പറഞ്ഞു. നിമിഷ നേരം കൊണ്ട് അവർ മോളിൽ ചെന്നിട്ട് രാഹുലിൻ്റെ മുറിയുടെ വാതിക്കലിട്ട് അവർ കിടന്ന് കൊട്ടുക. അവർ മുറിക്ക് വിളിക്കുന്നില്ല, കതകിന് കൊട്ടുന്നു. രാഹുൽ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഞാൻ മോനുണ്ടായിരുന്നു, ചേച്ചിയുടെ മോൻ പത്രം കൊണ്ടുവന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു മോനെ നീ ചെന്ന് വിളിയടാന്ന് പറഞ്ഞു. അവൻ ചെന്ന് കണകുഞ്ഞെന്ന് വിളിച്ചു. രാഹുലെന്ന് വിളിക്കുമ്പോൾ അവനറിയാം രാഹുലിന്ന് വിളിക്കുന്ന ഇവിടെ ആരും രാഹുലിൻ്റെ പേര് ആ പേര് വിളിക്കാറില്ല. രാഹുലിന് മറ്റൊരു പേരുണ്ട്. അപ്പം അവൻ ചെന്ന് പേര് വിളിച്ചു. ഉണർന്നിട്ട് അവൻ എന്തോ ചോദിച്ചുകൊണ്ട് ഇറങ്ങി വന്നത്. ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ഇറങ്ങി വന്നത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചതിൻ്റെ. അപ്പോൾ വന്ന് ചോദിച്ചു എന്തുവാന്ന് വെച്ചപ്പോഴത്തേനും അവൻ പറഞ്ഞു ഇതുപോലെ പോലീസുകാർ വന്നിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അവൻ കയറി അത്ര രാവിലെ വന്ന വ്യക്തികൾ വന്ന് വിളിക്കുമ്പോൾ പ്രഭാത കാര്യങ്ങളെല്ലാം ചെയ്യണ്ടായോ.
അപ്പോൾ അവർ 2-2.5 മണിക്കൂർ അവരിവിടെ വെയിറ്റ് ചെയ്തിട്ട് തന്നെയാണ് രാഹുലിനെ കൊണ്ടുപോയത്. അപ്പോഴത്തേനും ഇവിടെ അടുത്തുനിന്ന് മെമ്പർ വന്നു. മെമ്പറിനോടും ഇവിടെ വെട്ടുന്ന പയ്യനാണ് ചെന്ന് പറയണത്. ഞങ്ങൾക്ക് ആരെയും വിളിക്കാനോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് പറയാനുള്ളൊരു സാവകാശമൊന്നും കിട്ടിയില്ല. വനിതാ പോലീസ് അകത്തുണ്ട്, മറ്റുള്ളവർ പുറത്ത് നിൽപ്പുണ്ട്. അതിൽ കുറച്ച് പേര് സിവിൽ ഡ്രസ്സായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞു ഇവിടെ നിന്ന് കൊണ്ടിറങ്ങാൻ പറ്റില്ല, രാഹുലിനെ കൊണ്ടിറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ അവരുടെ ജീപ്പിൻ്റെ മുമ്പിലാണ് കയറി കിടന്നു. മെമ്പർ ഇവിടെ ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ അത് നിമിഷം, കാരണം അവർ വന്ന് രാഹുലിനെ ഡ്രസ്സ് പോലും മാറാതെ എടുത്തുകൊണ്ട് പോകണമെന്നുള്ള കണ്ടീഷനിലാണ് അവർ വരുന്നതും. കാരണം പുള്ളിക്ക് അത്രമേൽ സമ്മർദ്ദമാണ് മോളിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥന്. കാരണം പുള്ളിക്ക് നമ്മൾ എന്തിനാ അറസ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കാനുള്ളൊരു അവകാശം എനിക്കുണ്ട്. എൻ്റെ വീട്ടിൽ കയറി എൻ്റെ മോനെ അറസ്റ്റ് ചെയ്യണത് എന്തിനാണെന്ന് തിരക്കണ്ടേ ഞാൻ? അപ്പോൾ അത് ചോദിച്ചിട്ട് അതിന് മറുപടി തരാനുള്ള ഒരു സന്മനസ് കാണിക്കാത്ത പുള്ളിക്ക് കാണും, ആ ആഗ്രഹം കാണും, ഞങ്ങളോട് കാരണം പറയണമെന്നുള്ളൊരു മനസാക്ഷി ആ ഉദ്യോഗസ്ഥന് കാണും. പക്ഷേ ആ ഉദ്യോഗസ്ഥന് അതിനുള്ള സമയം ഫോൺ കോൾ കൊടുക്കുന്നില്ല. ആ രീതിയിലായിരുന്നു മോളി എന്നുള്ളത്. അത് വിളിച്ചതാരാണെന്നൊക്കെ ചിലപ്പോൾ നേതാക്കൾക്ക് അറിയാതിരിക്കും. അവരുമായിട്ട് പിന്നെ അപ്പോഴത്തേനും ഇവിടെ ആൾക്കാർ അത്രയും ഇവിടെ വന്നു അവരുമായിട്ട് സംസാരിച്ചു.